വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് ഇപ്പോൾ വരുന്നത്. പി ജയരാജനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാളൊഴികെ RSSകാരായ 5 പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാം പ്രതി പ്രശാന്ത് കുറ്റക്കാരനെന്ന് ഹൈക്കോടതി പറയുന്നു. 9 പ്രതികളിൽ 6 പേരെയായിരുന്നു വിചാരണ കോടതി ശിക്ഷിച്ചത്. രാഗിനുണ്ട്. രാഗിൻ ഒരാൾ മാത്രം ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്തുകൊണ്ടായിരിക്കാം എത്തിയത്? പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദങ്ങളൊക്കെ ഏതു നിലയ്ക്കായിരുന്നു? ഒപ്പം പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ. കോടതി ഇത്തരമൊരു നിരീക്ഷണത്തിലേക്കും ഉത്തരവിലേക്കും എത്തുമ്പോൾ വിവരങ്ങൾ. പ്രജീഷ്, സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു ഇത്. CPM നേതാവായിട്ടുള്ള പി ജയരാജനെ കിഴക്കേ കതിരൂരിലെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതായിരുന്നു കേസ്. 1999 ഓഗസ്റ്റ് 25 ഒരു തിരുവോണ നാളിലായിരുന്നു ഈ സംഭവം അരങ്ങേറിയത്. RSS നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയായിരുന്നു ഈ കേസിൽ പ്രതികളായി വന്നിരുന്നത്. ഈ സംഭവത്തിൽ 2007 വിചാരണ കോടതി ശിക്ഷ വിധിച്ചതാണ്. ആകെ 9 പ്രതികളായിരുന്നു ഈ കേസിൽ ഉണ്ടായിരുന്നത്. അതിൽ 6 പേരെയാണ് അന്ന് കോടതി ശിക്ഷിച്ചത്. 10 വർഷം കഠിന തടവും പിഴയുമാണ് കോടതി വിധിച്ചിരുന്നത്. 3 പേരെ വെറുതെ വിടുകയും ചെയ്തു. എന്നാൽ ഈ വിധിക്കെതിരെ അപ്പീലുമായാണ് 6 പ്രതികൾ ഹൈക്കോടതിയിൽ എത്തിയത്. ഇതോടൊപ്പം തന്നെ 3 പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ സർക്കാരും പ്രോസിക്യൂഷനും ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. അങ്ങനെ ആകെ 9 പ്രതികളുടെ കാര്യങ്ങളാണ് കോടതി പ്രധാനമായും പരിശോധിച്ചത്. അതിലാണ് ഇപ്പോൾ ഒരാളൊഴികെ മറ്റു പ്രതികളെ എല്ലാം വെറുതെ വിടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. രണ്ടാം പ്രതി പ്രശാന്തിനെ മാത്രമാണ് ഇപ്പോൾ കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതും ചില വകുപ്പുകളിൽ മാത്രമാണ്. വിചാരണ കോടതി കണ്ടെത്തിയ എല്ലാ വകുപ്പുകളും ഹൈക്കോടതിയിലെത്തിയപ്പോൾ സ്റ്റാൻഡ് ചെയ്തില്ല എന്നൊരു കാര്യവും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരാളൊഴികെ മറ്റു പ്രതികളെ എല്ലാം വെറുതെ വിടുന്ന നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇതിൽ നേരത്തെ ഇതിൽ വാദം നടക്കുന്ന ഘട്ടത്തിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് ചില വീഴ്ചകൾ ഉണ്ടായി, അല്ലെങ്കിൽ പ്രോസിക്യൂഷന് കൃത്യമായിട്ടുള്ള തെളിവുകൾ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന വിമർശനങ്ങളടക്കം ഉയർന്നിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന്. അത്തരത്തിൽ മതിയായ തെളിവുകൾ ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു കാര്യവും കൂടി കോടതി കണ്ടെത്തുകയായിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ 8 പേരെ വെറുതെ വിടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ഈ രണ്ടാം പ്രതിയെ ശിക്ഷിക്കാനിടയായിട്ടുള്ള അല്ലെങ്കിൽ ആ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇതിൽ ഈ സംഭവ സ്ഥലത്ത് നിന്ന് രണ്ടാം പ്രതി പ്രശാന്തിന്റെ ബ്ലഡ് സ്റ്റെയിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി അല്ലെങ്കിൽ അന്ന് കണ്ടെത്തിയിരുന്നു. അതുൾപ്പെടെ കോടതി നിലനിൽക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് രണ്ടാം പ്രതിയെ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ പി ജയരാജനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് കണ്ണൂരിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങൾ ഉൾപ്പെടെ ഉണ്ടാക്കിയ കേസാണ്. അതിനുശേഷം നടന്ന ഒട്ടനവധി CPM RSS സംഘർഷവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെടെ ഈ ഒരു വിഷയം പ്രതിപാദിക്കുകയും അതിന്റെ തുടർ ചലനങ്ങളൊക്കെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് പി ജയരാജന്റെ കൈ വെട്ടിമാറ്റുകയും അതോടൊപ്പം തന്നെ നട്ടലിനും അന്ന് അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കൊച്ചിയിലൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നത്. എന്തായാലും ആ കേസ് ഇത്രയും വർഷമായി 99 നടന്നൊരു സംഭവമാണ്. അതിൽ പ്രോസിക്യൂഷൻ ഉൾപ്പെടെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇവർക്കെതിരെ പ്രതികൾക്കെതിരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു കാര്യം ഇപ്പോൾ കോടതിയുടെ മുന്നിലേക്ക് വരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ 8 പേരെ ഒഴിവാക്കപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഒരു പ്രതിയെ ഉൾപ്പെടുത്തിയതാകട്ടെ അതും എല്ലാ വകുപ്പുകളും ഇല്ല താനും എന്നതും എടുത്തു ബന്ധപ്പെട്ട കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളോ അറിയിക്കുന്നുണ്ടോ? കോടതി ഉത്തരവ് ഇപ്പോഴാണ് വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇതിൽ തുടർ നിയമ നടപടികളിലേക്ക് ഒരുപക്ഷെ സർക്കാരും, കാരണം പ്രോസിക്യൂഷനെതിരെ വിമർശനം അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ എത്തിക്കുന്നതിൽ വീഴ്ച കൂടി ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇവർ വിട്ടുപോകാൻ ഇടയായിട്ടുള്ള എന്ന വിമർശനം ശക്തമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരം അപ്പീലുകൾക്ക് സാധ്യതയുണ്ട്. ഇനി മേൽക്കോടതിയാണ് സമീപിക്കേണ്ടത്. അത്തരം അപ്പീലുകൾക്ക് സാധ്യതയുണ്ട്. എന്തായാലും ഈ വെറുതെ വിട്ടതിനെതിരെ സർക്കാർ നൽകിയിട്ടുള്ള അപ്പീലും അതോടൊപ്പം തന്നെ ശിക്ഷിച്ചതിനെതിരെ പ്രതികൾ നൽകിയിട്ടുള്ള അപ്പീൽ ഹർജികൾ ഹൈക്കോടതിക്ക് മുന്നിലേക്ക് എത്തിയത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലാണ് TP കേസുമായി ബന്ധപ്പെട്ട അപ്പീലുകളിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഇടപെടൽ ഹൈക്കോടതി നടത്തിയത്. അവിടെ പ്രോസിക്യൂഷൻ ഉൾപ്പെടെ നിരത്തിയിട്ടുള്ള തെളിവുകൾ മാത്രമല്ല, അന്ന് വെറുതെ വിട്ടവരെ 2 പേരെ ഉൾപ്പെടുത്തുന്ന സ്ഥിതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരുന്നു. പക്ഷേ അങ്ങനെ ഒരു കേസ് നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരം ഒരു കേസിൽ 8 പേർ ഇപ്പോൾ ഒഴിവാക്കപ്പെട്ടു പോകുന്നത്. ബാക്കി ഒരാൾ മാത്രം കുറ്റക്കാരനാണെന്ന് കോടതി പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. തീർച്ചയായും രാഗിൻ സൂചിപ്പിച്ച 2.5 പതിറ്റാണ്ടിന് മുമ്പാണ് ഒരു തിരുവോണ നാളിൽ പി ജയരാജൻ എന്ന മുതിർന്ന CPM നേതാവിന് ഇത്തരത്തിൽ ക്രൂരമായ അതിക്രമം ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഒരു കൈ പോലും ചലിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആക്കപ്പെട്ടത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, കോടതിക്ക് മുന്നിലേക്ക് വരുമ്പോൾ കോൺക്രീറ്റ് എവിഡൻസ്, അതായത് ദൃഢവും കാമ്പും വസ്തുനിഷ്ഠവുമായ എവിഡൻസാണ് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. അത് ചൂണ്ടിക്കാട്ടുന്നതിൻ്റെ ഒരു വൈഭവം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നാണ് ഹൈക്കോടതി എത്തുന്നത്. അങ്ങനെ